അമ്മച്ചി ബൈബിൾ എഴുതുവാണോ? ചുമ്മാ ഇരിക്കല്ലേ, എന്തെങ്കിലും പണി വേണ്ടേ? ഇത്തിരി എഴുതിയേക്കാന്ന് വിചാരിച്ചോ? ബൈബിൾ എഴുതുന്ന ഇഷ്ടമാണോ? ബൈബിൾ എന്നെ വേറെ എന്നെ ചുമ്മാ വില എഴുതുന്നു. ബൈബിള് വായിച്ചപ്പോ വേറെ ഒരു പണിയും പറ്റിയല്ല, അതുകൊണ്ട് എഴുതുന്നാണോ? വേറെ ഒരു പണിയും പറ്റിയല്ല. അതാണ് ഇപ്പം ചുമ്മാ എഴുതിക്കൊണ്ടിരിക്കാതെ നടന്ന് എഴുതുക. വേറെ ചെറിയ ബുക്കിനകത്തും ബൈബിളിനകത്തും ഒക്കെ എഴുതി, അല്ല പേപ്പറിനകത്തൊക്കെ എഴുതിയില്ലാലോ, ഡയറിക്കകത്തൊക്കെ എഴുതിയേ. രണ്ടു മൂന്ന് പ്രാവശ്യം എഴുതുകൊണ്ട്. അന്നേരം മൂത്ത മോള് സിസ്റ്റർ ലീലാമ്മ പറഞ്ഞു ഇതുപോലെ പേപ്പറിൽ എഴുതാനും. അന്നേരം ഇതുപോലെ കഴിഞ്ഞ വർഷം പാലക്കാട്ട് ചെന്നപ്പോൾ അവന് പേപ്പർ മേടിച്ചോണ്ട് വന്നു. ഓഗസ്റ്റ് 8-ാം തീയതി തുടങ്ങിയതാ. മറ്റേത് എഴുതി കഴിഞ്ഞു, ഒരെണ്ണം എഴുതി കഴിഞ്ഞു. പുതിയ നിയമമെല്ലാം ഇതേ പഴയ നിയമം എഴുതുക. പഴയ നിയമം എഴുതുവാണോ? മകൻ പിതാവൊക്കെ ആയില്ലേ, മെത്രാനൊക്കെ ആയില്ലേ? മകൻ മെത്രാനൊക്കെ ആയില്ലേ? അപ്പൊ സന്തോഷായോ? എഴുതി മെത്രാൻ കൊടുത്തേക്കാൻ എന്തെങ്കിലും കാഴ്ച കൊടുക്കാൻ ചോദിച്ച വിളിച്ചപ്പോ പറഞ്ഞു മെത്രാൻ എന്നെ കാണിക്കാനാ ഇതൊക്കെ ഈ പള്ളി വായിക്കാനുള്ള ഒരു മെത്രാനായപ്പോ സന്തോഷായോ? മെത്രാന് പിന്നെ സന്തോഷമല്ലേ, എല്ലാവർക്കും സന്തോഷം. അതെ. അമ്മച്ചിക്ക് എത്ര പിള്ളേരുണ്ട്? ദൈവത്തിന്റെ ദൈവാനുഗ്രഹവും 10 പേര്. 10 പേരുണ്ടോ? 10 പേര്. 5 പേരും സന്യാസ്ത്രീം അച്ഛന്മാർ, 2 അച്ഛന്മാരും 3 കന്യാസ്ത്രീകളും. എല്ലാരും ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാരും ഇവിടെ. ഒരച്ഛനില്ല, ഒരച്ഛൻ ആഫ്രിക്കയില. വന്ന് കണ്ടില്ല, വരുമായിരിക്കും താമസിയാതെ. അങ്ങനെ സന്തോഷായിട്ടിരിക്കുന്നു. അപ്പൊ പിതാവ് പറഞ്ഞു അമ്മച്ചിയാണെ കുഞ്ഞിലെ ഒരു താരാട്ടുപാട്ടൊക്കെ പാടി കൊടുക്കുമായിരുന്നെന്ന്. ആ പാട്ട് ഞങ്ങക്ക് വേണ്ടി ഒന്ന് പാടിത്തരാവോ? എന്നാ ആ താരാട്ടുപാട്ട് അമ്മച്ചി കുഞ്ഞായിരിക്കുമ്പോ പാടുന്നേ? തേനോളും കൊച്ചു കുഞ്ഞ് അല്ലേ? തേനോലും കൊച്ചു കുഞ്ഞേ കിലുകിലം ചെയ്തിടും കൺമണിയേ, പൈങ്കിളി നിന്നെ നോക്കി വിളിക്കുന്നു നാഥൻ വിളവെടുപ്പാൻ. ചരേ കിഴക്കു സൂര്യൻ മലകളിൽ കുങ്കുമം ചാത്തിടുമ്പോൾ, ദൂരേക്കുന്നു കയറി വിളകൊയ്യാൻ പോക നീ പൊന്നിഴകേ. കറുങ്കറുപ്പുമേശി ഇളഭൂവി കുരിരുൾ മൂടിടുമ്പോൾ, മഞ്ഞുമഴ സഹിപ്പാൻ മുതുമുതം ഉണ്ണി വേഗം വളരൂ. നാഥൻ വയലിലുണ്ട് കൊയ്തിടുവാൻ ആളുകളില്ലധികം, സ്നേഹത്തിൻ പാനം പാടി ഇളകൊയ്യാൻ പോക നീ പൊന്നിഴകേ. പുഞ്ചിരി ചഞ്ചിടുന്ന പുതുമുഖത്ത് പഞ്ചിക വീശി വീശി ഒന്ന് നീ പോയിടണേ ക്രിസ്തുവിൻ്റെ മുന്തിരിത്തോപ്പിലേക്കായി. അന്നു നീ പോയിടുമ്പോൾ വിളഭൂവി, അന്നു നീ മുന്നേറുമ്പോൾ നിൻ സ്നേഹരജനീശോ പുളകത്തിൽ മലർ മാല ചൂടം. തേനോലും കൊച്ചു കുഞ്ഞേ കിലുകിലം ചെയ്തിടും കൺമണിയേ, പൈങ്കിളി നിന്നെ നോക്കി വിളിക്കുന്നു നാഥൻ വിളവെടുപ്പാൻ. മതി. നല്ല സൂപ്പർ ആയിട്ട് പാടിട്ടോ. വായനൊക്കെ തെറ്റിപ്പോയിട്ട് കാണും. അത് കുഴപ്പമില്ല. പണ്ടേ ഇത്ര അർത്ഥവത്തായ വരികളൊക്കെ പാടി പിള്ളേരൊക്കെ ഇത്രയും ദൈവവിളി പിള്ളേരൊക്കെ അതുകൊണ്ടായിരിക്കും കേറിപ്പോയത്. അതെ. ഒത്തിരി സന്തോഷമുണ്ടോ ഇപ്പൊ? അമ്മച്ചിക്ക് എത്ര വയസ്സുണ്ട്? എത്രയുണ്ട്? 95 കഴിഞ്ഞു. 96 ഇപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഈശോയെ സ്നേഹിച്ച് പോകാൻ പറ്റുന്നില്ലേ? ഇപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ എഴുതി ഈശോയുടെ കൂടെ ഇങ്ങനെ പോകാൻ പറ്റുന്നില്ലേ? അത് ചുമ്മാ ഒരു പണിയില്ല, ചുമ്മാ എഴുതുന്നുള്ളൂ. ഒത്തിരി പ്രാവശ്യം ചുമ്മാ ആയിരിക്കും പേനയിൽ എഴുതി വെക്കും.
നേരം പ്രാർത്ഥനയല്ലാണ്ട് എന്നായിരിക്കുന്നത് പിള്ളേരൊക്കെ അത്തോട് പോകുമ്പോഴും വരുമ്പോഴും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് പിള്ളേർക്ക് വേണ്ടി അങ്ങനെ ചുമ്മാ ഡയറിക്കകത്തൊക്കെ എഴുതിന് അന്നേരം വന്നപ്പോൾ നമ്മുടെ മോള് പറഞ്ഞു ഇങ്ങനെ പേപ്പറിനകത്ത് എഴുതാനും പറഞ്ഞു അങ്ങനെയാണ് പേപ്പറിനകത്ത് എഴുതുന്നത്. ഇപ്പോൾ ഒരു വർഷമാകുമ്പോഴത്തേനും മുഴുവൻ എഴുതാമായിരിക്കും. കഴിഞ്ഞ് ഓഗസ്റ്റ് 8 തുടങ്ങിയ